ടോക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കുട്ടികളിലെ സ്ക്രീൻ ടൈം ഞാൻ അടക്കമുള്ള ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് സ്പീച്ച് തെറപ്പിസ്റ്റ് ആയിട്ടുള്ള രേഷ്മയാണ്. മാഡത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം മാം. സ്ക്രീൻ ടൈം പൊതുവെ ഒരു ധാരണ മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത് മാത്രമാണ് ഈ സ്ക്രീൻ ടൈം എന്നാണ് പൊതുവെ രക്ഷിതാക്കൾക്കുള്ള ഒരു ധാരണ. ഒരു തെറ്റായ ധാരണ തന്നെയല്ലേ അത്? അതിനെക്കുറിച്ച് എന്താണ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിത് തുടങ്ങാം. തീർച്ചയായിട്ടും അതൊരു തെറ്റായ ധാരണ തന്നെയാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടി എത്ര ടൈം ഒരു ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ സ്ക്രീൻ ടൈം എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു നിയന്ത്രണാതീതമായിട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിനെ അത് ബാധിക്കുന്നു, ഇൻക്ലൂഡിങ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓൾസോ. ഈ ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് മാം പറഞ്ഞല്ലോ, ഈ ഓവറോൾ ഡെവലപ്മെന്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തന്നെ, അതായത് അവരുടെ അറ്റൻഷൻ സ്പാൻ, മെമ്മറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാരമായിട്ട് തന്നെ ബാധിക്കപ്പെടും. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ബിഹേവിയർ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ബാധിക്കപ്പെടും. അപ്പോൾ പിന്നീട് കുട്ടി സൊസൈറ്റിയിലോട്ട് ഇടപഴകുമ്പോൾ കുട്ടിയുടെ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇതുവഴി തന്നെ പൂർ ആവുകയും ചെയ്യും. അപ്പൊ മാം, നമ്മൾ ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ കുട്ടികളൊക്കെ ചില കുട്ടികൾ നേരത്തെ സംസാരിക്കാൻ തുടങ്ങും, ചില കുട്ടികളാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പാരന്റ്സ് എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് പാരന്റ്സ് നോട്ട് ചെയ്ത് തുടങ്ങേണ്ടത്? അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് ഒരു നോർമൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് പറയേണ്ടി വരും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 3 to 4 months ആവുമ്പോൾ തന്നെ കുട്ടികൾ ഇങ്ങനെ വവൽ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങും. ആ, ഈ, ഊ അങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കും അല്ലെ. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ വരുമ്പോൾ അവർ ഈ ചില സൗണ്ടുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. പപ്പ പപ്പ ബബ്ബ ബബ്ബ എന്നൊക്കെ പറയും. ഏകദേശം ഒരു 10 മാസം, ഒരു വയസ്സിന്റെ ഉള്ളിലെങ്കിൽ ഒരു കുട്ടി ആദ്യത്തെ വാക്ക് പറയണം എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ഒരു 1.25 ആവും, 1.5 ഉള്ളിലായിട്ട് ഒരു 2 വാക്കുകൾ കൂട്ടി പറയുക, അതുപോലെ തന്നെ കുഞ്ഞു സെന്റൻസസ് ഒക്കെ രൂപീകരിക്കുക, ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞു വരുമ്പോഴേക്കും ഈ ഒരു സെന്റൻസസിന്റെ ലെങ്ത് പതിയെ കൂടി വരും. അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ സെന്റൻസസ് അവർ മെല്ലെ മെല്ലെ ഉപയോഗിക്കാൻ തുടങ്ങും. ഇച്ചിരി കൂടെ വലുതാവുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഈ എവിടെയെങ്കിലും പോയി വന്നാലൊക്കെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടില്ലേ, കൂടുതൽ സെന്റൻസ് ഉപയോഗിച്ചിട്ട് അവരുടേതായ ഭാഷയിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യലൊക്കെ തുടങ്ങും. ഇത്തിരിയും കൂടെ മുതിരുന്നോടുകൂടി ഒരു 4.5 വയസ്സ് 4 വയസ്സൊക്കെ ആവുന്നതോട് കൂടി ചെറിയ കഥകളൊക്കെ അവർ പറഞ്ഞു തുടങ്ങും. ഈ സമയത്തൊക്കെ ഇവരുടെ ക്ലാരിറ്റി അല്ലെ, ചില അക്ഷരങ്ങളൊന്നും അവർക്ക് പറയാൻ കിട്ടില്ല, റ രാ ഇതൊന്നും ക്ലിയർ ആവില്ല. ഇതും പോകെയാണ് ക്ലിയർ ആയിട്ട് വരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഡെവലപ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ എവിടെ പ്രശ്നങ്ങൾ കാണുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരെ സമീപിക്കണം. ഇപ്പൊ ചില കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അവര് പറഞ്ഞു, ഈ സ്ക്രീൻ ടൈം വരുന്ന സമയത്ത് അപ്പൊ ഇതിനെല്ലാം ചേഞ്ചസ് വരും അല്ലെ? അതാണല്ലോ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. അതെ, അവിടെയാണ് സ്ക്രീൻ ടൈം എന്നുള്ളൊരു വില്ലനെ നമുക്ക് കാണാൻ പറ്റുക. സ്ക്രീൻ ടൈമിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടത് എന്താ, ആളുകളുമായിട്ട് ഇടപഴകുക, ഇന്ററാക്ഷൻസ് ആണ് അല്ലെ. സ്ക്രീൻ ടൈമിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും പിന്നെ പുറമേ ഉള്ള ഒരു ലോകമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നില്ല. അവന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ് അവന്റെ മുന്നിൽ തന്നെ ഉണ്ട്, ഒരൊറ്റ ക്ലിക്കിൽ അല്ലെ. പിന്നെ അവർക്ക് ചുറ്റുപാടുമായിട്ട് ഇടപഴകാനുള്ള ഒരു തോട്ട് എക്സാക്ട്ലി സോഷ്യലൈസേഷൻ നടക്കുന്നില്ല. അവരുടെ തിങ്കിങ് പ്രോസസ് എഫക്റ്റഡ് ആവുകയാണ്. എവിടെയാണ് കുട്ടി തിങ്ക് ചെയ്യുന്നത് അല്ലെ, എവിടെയാണ് അവന്റെ കൊഗ്നീഷൻ വളരുന്നത്, ഇതൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫുള്ളി കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ചിന്തിക്കാൻ കഴിയാത്ത, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ സാഹചര്യങ്ങൾ ഇല്ലാത്ത ഈ രീതിയിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് വരുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സംസാര ഭാഷാ വികാസവും അപകടത്തിലാവുകയും ചെയ്യാണ്. അപ്പൊ നമുക്കതിൽ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ വരാതിരിക്കാൻ?
കുട്ടികളുടെ അതെ, Replicate. കുട്ടികളിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താന്ന് വെച്ചാല് അവര് നമ്മൾ പറയുന്നതിനേക്കാളും അവര് നമ്മൾ ചെയ്യുന്നത് കണ്ടാ പഠിക്കുന്നത്. കുട്ടിയുടെ അടുത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളെ മുമ്പിൽ ഇരുന്ന് ഫുൾ ടൈം റീൽസ് കണ്ടാൽ എങ്ങനെയുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാ. പരമാവധി കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഫോൺ യൂസേജ് നിങ്ങൾ കുറയ്ക്കുക. ഇനി നിരന്തരം സ്ക്രീൻ ടൈമിൽ ഇരുന്ന ഒരു കുട്ടിയെ നമ്മളിപ്പോ പെട്ടെന്ന് നമ്മൾ പിടിച്ചിട്ട് ഫോൺ അങ്ങ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പൊ അതെ. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. ഇപ്പൊ ചില കുട്ടികൾ 8 മണിക്കൂറൊക്കെ സ്ക്രീൻ എക്സ്പോഷർ ഉള്ള കുട്ടികൾ നമ്മളെ അടുത്ത് വരാറുണ്ട്. അപ്പൊ മെല്ലെ മെല്ലെ അതിനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഒരു 8 മണിക്കൂറാണെങ്കിൽ അതിന് പതിയെ ഒരു 7 മണിക്കൂറാക്കുക, ഒരു 6 മണിക്കൂറാക്കുക. നമ്മൾ ഈ കുട്ടികളിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഈ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയം അത്രയും കുട്ടിയുമായിട്ട് മാക്സിമം ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസിൽ ഒന്നും വേണ്ട, ഒരു ബോൾ വെച്ചിട്ട് കളിക്കുക അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് എന്തെങ്കിലും കളിക്കുക, ഈ രീതിയിൽ ഇന്ററാക്റ്റീവ് ആയിട്ട് കുട്ടിയെ ആ ഒരു സ്ക്രീൻ ടൈമിന്റെ കുറവുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യിപ്പിക്കാത്ത വിധം നമ്മൾ ഇന്ററാക്ഷനിലോട്ട് കൊണ്ടുവരികയും അതുവഴി നമ്മൾ ഈ സ്ക്രീൻ ടൈം മെല്ലെ മെല്ലെ റിഡ്യൂസ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യാം. മാത്രമല്ല വീട്ടിൽ കുറച്ച് ചില സമയത്ത്, അതായത് നമ്മൾ പറയില്ലേ സ്ക്രീൻ ഫ്രീ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ബെഡ്റൂമിലാണെങ്കിൽ ഉപയോഗിക്കരുത്, ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കരുത്, ഈ രീതിയിലുള്ള ചില ചെറിയ ഇന്ന് റൂൾസ് കൊണ്ടുവരാം നമുക്ക്. ഇന്ന് ഇല്ലാത്തൊരു സംഗതി അതാണല്ലേ. കാരണം നമ്മൾ ഉറങ്ങുന്നതും മൊബൈലിലാണ്, ഉണരുന്നതും മൊബൈലിലാണ് എന്നൊരവസ്ഥയാണല്ലോ. ആ ഒരു അതെ, ഞാൻ അറ്റ്മോസ്ഫിയർ അധികം ചേഞ്ച് ഫോൺ ആയാൽ യൂസ് തന്നെ ചെയ്യാത്ത പിള്ളേർക്ക് ആളാ. ആണല്ലേ. അപ്പൊ സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാം, അതിപ്പോ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഏതൊക്കെ ഏജ് ഗ്രൂപ്പ് മുതലാണ് നമ്മൾ ഇതൊന്ന് അലോ ചെയ്തു തുടങ്ങേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇത് അലോ ചെയ്യാത്തതാണ് നല്ലതെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്കത് സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ ഇന്നത്തെ ജനറേഷൻ കടന്നു പോകുന്നത്. അപ്പൊ ഏതൊരു പ്രായത്തിലുള്ള അതെ. കുട്ടിക്ക് ഏതൊരു സമയം ഇത് അലോ ചെയ്യാം എന്നാണ് മാം റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാം പറയാൻ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഒരു 1.5 വയസ്സ് വരെ കുട്ടികൾക്ക് നോ സ്ക്രീൻ ടൈം എന്നാണ് നമ്മൾ പറയുന്നത്. എക്സെപ്റ്റ് നമ്മളൊരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനോ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത കേസിൽ നോ സ്ക്രീൻ ടൈം എന്നാണ്. അത് കഴിഞ്ഞ് ഒരു 5 വയസ്സ് വരെ കുട്ടിക്ക് 1 അവറിൽ കുറവായിരിക്കണം സ്ക്രീൻ ടൈം. അതും ഒരു അഡൾട്ട് പേഴ്സൺ കൂടെ ഇരുന്ന് അഡൾട്ട് പേഴ്സൺ മീഡിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ചും കൂടി എഡ്യൂക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം കുട്ടി കാണുവാണെങ്കിലും കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾ ഈ എക്സ്ട്രാ സമയം, അതായത് ഈ 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഓരോ അരമണിക്കൂറിലും നിങ്ങൾ റിസ്ക് ചെയ്യുന്നത് ഈ കുട്ടിയുടെ ഓരോ അരമണിക്കൂറിലും അതൊരു റിസ്ക് തന്നെയാണ്. മാമിന് മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ഇതുപോലെ ചെറിയ കുട്ടികളുടെ അങ്ങനത്തെ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടോ? ഈ സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കോമൺ ഫീച്ചേഴ്സ് അവർക്ക് ഉണ്ടാവും. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താന്ന് വെച്ചാല് അവരുമായിട്ട് നമുക്കൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം അവര് റൈംസ് കണ്ടിട്ടുണ്ടാവും, കുറെ കാർട്ടൂൺ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, അതിലെ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയാണ് ഇവരോടൊരു റാപ്പോ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തൊരു രീതി എന്താന്ന് വെച്ചാല് മാക്സിമം എങ്ങനെയാണോ നമ്മുടെ സ്ക്രീൻ ടൈമിലെ റൈംസ് അല്ലെങ്കിൽ എങ്ങനെയാണോ അതിലെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത്, ഇപ്പൊ കൊക്കോമെലൺ ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ്. അപ്പൊ അതിലെ രീതി അനുസരിച്ച് അതുപോലെ ഞാനും സംസാരിച്ചു തുടങ്ങി. തുടക്കത്തിൽ ആ രീതിയിൽ അത്ര ഫാസ്റ്റ് ആയിട്ട് അതേ ലാംഗ്വേജിൽ നമ്മൾ കുട്ടിക്ക് ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവരുടെ അറ്റൻഷൻ കിട്ടും. അറ്റൻഷൻ കിട്ടി കുട്ടിയുമായി ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്ത ഗോൾസിലോട്ട് കടക്കാനാവുന്ന സമയത്ത് മെല്ലെ മെല്ലെ നമ്മൾ നമ്മുടെ ടോക്കിംഗ് പാറ്റേൺ നമ്മൾ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരും. അതാണ് എനിക്ക് ഈ ഒരു സ്ക്രീൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു കുട്ടിയിൽ ഒരു കേസിൽ നിന്നല്ല, ഒരുവിധം സ്ക്രീൻ ടൈമുമായി അഫക്റ്റഡ് ആയി വരുന്ന കുട്ടികളെല്ലാം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോ ഈ ഒരു അവസരത്തിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ ഒരു റോള് അതുകൂടെ ഒന്ന് മാം ഡിസ്ക്രൈബ് ചെയ്യാമോ? നമ്മുടെ അടുത്തൊരു കുട്ടി എത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കൃത്യമായിട്ട് അവരുടെ കേസ് ഹിസ്റ്ററി എടുക്കുക.
എന്താണ് അതിന്റെ റീസൺ, ഇപ്പൊ കുട്ടിയുടെ ഒരു കറണ്ട് ലെവൽ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 1 hour അല്ലെങ്കിൽ അതിൽ കൂടുതലോ എടുക്കുന്ന ഒരു ഡയഗ്നോസിസ് പ്രൊസീജിയറിലാണ് പോവുക. അതിനുശേഷം നമ്മൾ കുട്ടിയുടെ ആ ഒരു കണ്ടീഷനെ ഡയഗ്നോസ് ചെയ്യുന്നു, എന്താണ് ആ കണ്ടീഷൻ എന്നതിനെ കുറിച്ച് പാരന്റ്സിന് കൃത്യമായിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ ബേസ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നു. അതായത് ആദ്യത്തെ ഒരു 1 month ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ ഒരു 1 month എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ആസ് എ ടീം, പാരന്റ്സും ഞാൻ തെറപ്പിസ്റ്റും ഉൾപ്പെടുന്ന ടീമായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് കൊടുക്കും. വീട്ടിൽ നിന്ന് അവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതിനെ കുറിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കും. ഇത് ഒരു വലിയൊരു ലോങ് ടേം പ്രൊസീജിയർ ആണ് ആക്ച്വലി. പിന്നീട് ഡെയിലി സെഷൻസ് കഴിയുന്നതോടു കൂടി തന്നെ നമ്മൾ പാരന്റ്സുമായിട്ട് വീണ്ടും വീണ്ടും ഇന്ററാക്ട് ചെയ്യും. വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയും, അവന്റെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കും, അതിനനുസരിച്ച് നമ്മുടെ തെറപ്പി പ്ലാനിൽ ചേഞ്ചസ് വരുത്തും. അങ്ങനെ സത്യത്തിൽ ഒരു 2 ടീമും കൂടെ ചേർന്ന് പോകുന്ന ഒരു ലോങ് ടേം പ്രൊസീജിയർ തന്നെയാണ്.